ഇവിടത്തെ വിഷു ആഘോഷിക്കാൻ പോണ്. വിഷു കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇവിടെ ഒരു ഹിന്ദു മലയാളി സമാജമുണ്ട്. അവിടെ വിഷു പരിപാടികളുണ്ട്. എന്തൊക്കെയുള്ള പരിപാടികൾ, കലാപരിപാടികളുണ്ട്. പിന്നെ വിഷു സദ്യ, അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് പോവാണ്. കുറച്ച് ലേറ്റ് ആയി. 8 മിനിറ്റിൽ എത്തേണ്ടത് 15 മിനിറ്റായി. പിന്നെ വിഷു എല്ലാവരും നാട്ടിലൊക്കെ നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും. ഞങ്ങള് ചെറുതായി വിഷു സദ്യയൊക്കെ വീട്ടിൽ ആഘോഷിച്ചു. ഇപ്പൊ വിഷു പരിപാടിയായിട്ട് പോവാ. പിന്നെ വിഷുവിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് നാട്ടില്. പിന്നെ ചേട്ടനായിരിക്കും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവാറ്. എല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബം ആണ് അവിടെ. അപ്പൊ ചെറുപ്പത്തില് ചേട്ടന്റെ വിഷു എന്തൊക്കെയാണ് കലാപരിപാടികള്? അടിപൊളി. വിഷുവിനെ ഈ പറഞ്ഞ പോലെ വലിയ ഓർമ്മകൾ അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റിയ ഓർമ്മകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. എന്നാലും ഇങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഇപ്പൊ ചോദിച്ചപ്പോ വരുന്ന വെച്ചാൽ തറവാട്ടിലായിരിക്കുമല്ലോ എല്ലാ വിഷു. ഞങ്ങള് തറവാട്ടിൽ തന്നെയായിരുന്നു പണ്ട്, എല്ലാവരും കൂടി പിള്ളേരുകളും. നമ്മള് മാറി താമസിച്ചാലും തറവാട്ടിൽ തന്നെ ആവാറ്. പക്ഷെ ചെറുപ്പത്തിലത്തെ വിഷു എന്ന് പറയുന്നത് ഓർമ്മകൾ ഇങ്ങനെ പടക്കം, അന്ന് വലിയ പൈസ ഒന്നും ഇല്ലല്ലോ കയ്യില്, പൈസ ഒന്നും ഇല്ലല്ലോ. പടക്കം മേടിക്കാനൊക്കെ വളരെ അവിടുന്ന് ചെറിയ ഇത് കിട്ടുന്ന പൈസ കൊണ്ട് പടക്കവും ഇതൊക്കെ മേടിക്കാൻ. എല്ലാവർക്കും ഇങ്ങനെ വലിയ അന്ന് നമ്മള് ചെറുതായിരുന്നപ്പോ ചേട്ടനൊക്കെയാണ് ചെറുതായിട്ട് പൊട്ടിക്കുന്നത്. പിന്നെ എനിക്കിപ്പോ ഓർമ്മ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റാണിളാമ മണിപ്പാപ്പന്റെ കല്യാണം കഴിഞ്ഞിട്ട് റാണിളാമയ്ക്ക് ഒരു പേടിയില്ല പടക്കം പൊട്ടിക്കാനൊക്കെ ആയിട്ട്. ഒരു ഈർക്കിലിമ പടക്കം വെച്ചിട്ട് പൊട്ടിക്കണതൊക്കെ എനിക്ക് ഓർമ്മ. അതുപോലെ വിഷുവിന്റെ അന്ന് അപ്പൊ തന്നെ ഉച്ചരിഞ്ഞ് നമ്മള് കാട്ടൂര് പോകും. അപ്പൊ അവിടെ സുബി ഒക്കെ കുറെ പടക്കമൊക്കെ മേടിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സുബിയുടെ അവിടെ കശുനണ്ടി കൊടുത്തിട്ട് അവന്റെ പൈസ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് വരുന്ന കാത്ത് അവരിക്കും. അവര് അമ്മയുടെ വീട്ടിലേക്കൊന്നും പോയില്ല, അവരുടെ അടുത്ത് തന്നെയാണ് അമ്മയുടെ. അപ്പൊ നമ്മള് വരുന്നതാണ് അവര്. നമ്മള് അവിടെയും ആഘോഷിക്കാൻ. പിന്നെ 2 മാസം സ്കൂൾ കൂട്ടിലേക്ക് വിഷു കഴിഞ്ഞാണ്ട് പോയാൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴേ വരുള്ളൂ. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. മാമന്റെ വീട്ടിലേക്ക് 2 മാസം. അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന വരെ അവിടെ തന്നെ. പിന്നെ അതിന് ശേഷം പിന്നെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വിഷു ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അച്ഛൻ അതുപോലെ എനിക്കൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഞങ്ങള് വിഷുവിന് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ അച്ഛൻ രാത്രി ഒരു 11:30 ഉണ്ടാവും. അപ്പൊ കുറെ കുഞ്ഞ് തലച്ചക്രം കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ട്. ഒരു വലിയ പൊതിയില് ഒരു 100 എണ്ണൊക്കെ ഉണ്ടായിരുന്നു.